സത്യം വിളിച്ചു പറയുന്ന മാധ്യമപ്രവർത്തകരെ, നിലപാട് വ്യക്തമാക്കാൻ ശ്രമിക്കുന്ന മാധ്യമപ്രവർത്തകരെ കൊല്ലാൻ ശ്രമിക്കുക എന്നത് പണ്ടേയുള്ള ഒരു രീതിയാണ്. കൊല്ലാൻ വന്നെങ്കിൽ കൊന്നിട്ട് പോടാ എന്ന ആർജവത്തോടെ വിളിച്ചു പറയാൻ കഴിയുന്ന കുറച്ച് മാധ്യമപ്രവർത്തകരെ നമുക്കിടയിലുള്ളൂ. അതിലൊരാളാണ് ഷാജൻ സ്കറിയ എന്ന മാധ്യമപ്രവർത്തകൻ. മറുനാടൻ മലയാളി എന്ന ചാനലിന്റെ ഉടമയായ ഷാജൻ സ്കറിയയ്ക്ക് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് ഒരു കൊട്ടേഷനാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഷാജൻ സ്കറിയ കൃത്യമായ നിലപാടുകൾ പലപ്പോഴും വ്യക്തമാക്കാറുണ്ട്, വിളിച്ചു പറയാറുണ്ട്. ശക്തവും വ്യക്തവുമായ നിലപാടുകൾ ഉറച്ചു നിൽക്കുന്ന ആളാണ് ഷാജൻ സ്കറിയ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാകും. പ്രത്യേകിച്ച് CPM-നെതിരെ വളരെ അതിരൂക്ഷമായ വിമർശനം നിരന്തരം ഉന്നയിക്കുന്ന ഷാജൻ സ്കറിയയ്ക്ക് ശത്രുക്കൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പലതവണ അദ്ദേഹത്തിന് നേരെ അതിക്രമങ്ങളൊക്കെ ഉണ്ടായി. പോലീസ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാതെ അദ്ദേഹത്തെ കൊണ്ടുപോയ ഒരു രംഗമൊക്കെ മലയാളികൾ കണ്ടതാണ്. അപ്പോ സത്യസന്ധമായി വാർത്തകൾ പറയുന്ന ഓൺലൈൻ മാധ്യമങ്ങളിലെ മാധ്യമ പ്രവർത്തകർ സൂക്ഷിക്കുക. കാരണം ഏത് നിമിഷം വേണമെങ്കിലും CPM-ന്റെ ഗുണ്ടകൾ നമുക്ക് നേരെ തിരിയാം, നമ്മളെ കൊല്ലാൻ ശ്രമിക്കും. എന്നിട്ട് AKG സെന്ററിൽ അവർക്ക് പലരും സംരക്ഷണം ഒരുക്കും. ആ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ ഒരു വിവാഹ ചടങ്ങിന് പങ്കെടുത്തിട്ട് മടങ്ങവെയാണ് ഷാജൻ സ്കറിയയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായത്. അതിൻ്റെയൊക്കെ ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് എല്ലായിടത്തും നോക്കിയാൽ കാണാൻ കഴിയും എന്നുള്ളതാണ്. ഷാജൻ സ്കറിയെ ആക്രമിച്ചവരെ കണ്ടെത്താൻ രാത്രിയിലുടനീളം പോലീസിന്റെ റെയ്ഡ്. എന്ത് പ്രഹസനമാണ് സജി! 5 പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. DYFI നേതൃത്വം തന്നെയാണ് പേരുകൾ പോലീസിന് കൈമാറിയത് എന്നാണ് പറയുന്നത്. ഥാർ വാഹനത്തിന്റെ വിവരങ്ങൾ, അതായത് ഥാർ വാഹനത്തിൽ വന്നാണ് അദ്ദേഹത്തെ ഉപദ്രവിച്ചത് എന്നാണ് പറയുന്നത്. വാഹനത്തിന്റെ വിവരങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. 5 പേരെ അറസ്റ്റ് ചെയ്ത് മറ്റ് ഗൂഢാലോചനകളിലേക്ക് അന്വേഷണം എത്താതിരിക്കാനാണ് പോലീസിന്റെ നീക്കം. 5 പ്രതികളും CPM ഉന്നതന്റെ സംരക്ഷണയിലാണ്. AKG സെന്ററിൽ നിന്ന് നിർദ്ദേശം കിട്ടിയാൽ ഇവർ പോലീസിന് മുന്നിലെത്തും. അതിനിടെ പ്രതികളെ കൈവിട്ടാൽ ഗൂഢാലോചന പുറത്തു പറയുമോ എന്ന ആശങ്ക CPM നേതൃത്വത്തിനുമുണ്ട്. ഇടുക്കിയിലെ മുതിർന്ന CPM നേതാവ് അടക്കം പ്രതികളെ രക്ഷിക്കാൻ ഇടപെടൽ നടത്തുന്നുമുണ്ട്. ഇതും പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ വെല്ലുവിളിയായിട്ടുണ്ട്. ഇന്നലെ രാത്രി മങ്കാട്ടുകവലയിലാണ് സംഭവം. മുതലക്കോടം ഫെറോന പള്ളിയിൽ നടന്ന വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം വിവാഹ സൽക്കാരത്തിനായി മുട്ടം റോഡിലുള്ള സ്വകാര്യ റിസോർട്ടിലേക്ക് പോകുന്നതിനിടെ വാഹനത്തിൽ പിന്തുടർന്നെത്തിയ സംഘം ഷാജന്റെ വാഹനത്തിൽ ഇടിച്ചു. വാഹനം നിർത്തിയതോടെ വലിച്ചിറക്കി മർദ്ദിക്കുകയായിരുന്നു. നാട്ടുകാരും പോലീസും ചേർന്ന് ഷാജനെ തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി സ്മിത മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് മാറ്റി. ഥാർ ജീപ്പിലെത്തിയ 5 അംഗ സംഘമാണ് മർദ്ദിച്ചത് എന്നാണ് സൂചന. ഇവരെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇവരുടെ ഫോണെല്ലാം സ്വിച്ച് ഓഫ് ആണ്. പ്രതികളുടെ വീട്ടിൽ എല്ലാം രാത്രിയിൽ പോലീസ് എത്തി പരിശോധന നടത്തിയിരുന്നു. ഗുരുതര വകുപ്പുകൾ ചേർത്താണ് പോലീസ് FIR ഇട്ടിരിക്കുന്നത്. മറുനാടൻ മലയാളി ചീഫ് എഡിറ്ററെ കാറടിച്ച് കൊല്ലാൻ ശ്രമിച്ചത് 5 അംഗ DYFI സംഘമെന്നാണ് പോലീസ് പറയുന്നത്. ഇടുക്കിയിലെ കല്യാണത്തിൽ രാവിലെ മുതൽ ഷാജൻ സ്കറിയ സജീവമായി പങ്കെടുത്തിരുന്നു. ഇത് മനസ്സിലാക്കി നടന്ന ഗൂഢാലോചനയാണ് അക്രമമായി മാറിയത്. താർ ജീപ്പിൽ കാത്തുനിന്ന സംഘം ഷാജൻ സ്കറിയെ പിന്തുടരുകയായിരുന്നു. കല്യാണം കഴിഞ്ഞ റിസപ്ഷൻ ഹാളിലേക്ക് കാറിൽ പോകുമ്പോഴായിരുന്നു അപ്രതീക്ഷിത ആക്രമണം. വിവാഹവേദിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആരോ പിന്തുടരുന്നത് ഷാജൻ സ്കറിയയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇത് വിവാഹ സ്ഥലത്ത് നിന്ന് റിസപ്ഷൻ വേദിയിലേക്ക് വരുന്ന മറ്റാരോ ആണെന്നാണ് കരുതിയത്. അമിത വേഗതയിൽ സിനിമാ സ്റ്റൈലിൽ ചേസ് ചെയ്ത് മുമ്പോട്ട് കയറിയ ഥാർ ഷാജൻ സ്കറിയയുടെ വാഹനത്തിന്റെ വശത്തിടിച്ച് മറിച്ചിടാനായിരുന്നു ശ്രമിച്ചത്. കാർ നിയന്ത്രണം വിട്ടുപോകാതെ ആത്മസംയമനം വീണ്ടെടുത്ത ഷാജൻ സ്കറിയ തന്റെ കാറിൽ വന്നിടിച്ചത് വിവാഹത്തിന് വന്നവരുടെ വാഹനമെന്നാണ് ആദ്യം കരുതിയത്. അങ്ങനെ അവരോട് കാര്യം ചോദിക്കാനായി കാറിന്റെ ഗ്ലാസ് മാറ്റി. ഇതിനിടെയാണ് 6 അംഗ സംഘം ആക്രമണം നടത്തിയത്. ആരാണ് ആക്രമിച്ചതെന്ന് ഷാജൻ സ്കറിയയെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇക്കാര്യം പോലീസിനെയും അറിയിച്ചു. തീർത്തും അപ്രതീക്ഷിതമായിരുന്നു ആക്രമണം. ഷാജൻ സ്കറിയയെ വാഹനത്തിൽ വിവാഹവേദിയിൽ നിന്ന് പുറത്തിറങ്ങുന്നതും കാത്ത് ഥാർ തന്നെ പുറത്തു തന്നെ ഉണ്ടായിരുന്നു. CPM-നോട് അനുഭാവമുള്ള ബ്രിട്ടനിലെ പ്രവാസി വ്യവസായിയുടെ നേതൃത്വത്തിലാണ് ഈ ഗൂഢാലോചന നടന്നതെന്നാണ് സൂചന. ഈ വ്യവസായിയുടെ കള്ളത്തരങ്ങൾ മറുനാടനിലൂടെ പുറം ലോകം അറിഞ്ഞു എന്നതാണ് ശത്രുതയ്ക്ക് പിന്നിലെന്നാണ് ഷാജൻ സ്കറിയയുടെ ആരോപണം. CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ അതിവിശ്വസ്തനാണത്രേ ഇയാൾ. ഗോവിന്ദന്റെ മകനെതിരെയും ആക്രമണങ്ങൾ നടക്കുന്നു.
സർക്കാർ ഫണ്ട് വെട്ടിച്ച ശുചിത്വം സാഗരം പദ്ധതി അടക്കം പുറത്തെത്തി. ഇതിന്റെ പക CPM-ലെയും DYFI-ലെയും വിസ്തൃതരെ ഉപയോഗിച്ച് നടപ്പിലാക്കുകയായിരുന്നു അയാളെന്നാണ് സൂചന. റിപ്പോർട്ടർ ടിവിയുടെ ഓഫീസിൽ കരിയോയിൽ ഒഴിച്ചവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് അതിവേഗ നീക്കങ്ങൾ നടത്തിയിരുന്നു. സമാന ഇടപെടൽ ഷാജൻ സ്കറിയെ ആക്രമിച്ചവർക്കെതിരെ ഉണ്ടാകുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. അല്ലാത്ത പക്ഷം മുഖ്യമന്ത്രി പിണറായി വിജയനും ആഭ്യന്തര വകുപ്പുമെല്ലാം ഈ ആക്രമണത്തിൽ പങ്കുണ്ടെന്ന സാഹചര്യം കരുതേണ്ടി വരും എന്നാണ് ആരോപണം. ശതകോടീശ്വരനായ മറ്റൊരു പ്രവാസി വ്യവസായിയുടെ പകയും പകൽപോക്ക് വ്യക്തമാണ്. അടുത്ത കാലത്ത് ആ പ്രവാസിക്ക് ചില തിരിച്ചടികൾ ഉണ്ടായിരുന്നു. അതായത് നിരന്തരം ചില വാർത്തകൾ ഷാജൻ സ്കറിയ CPM-നെതിരെയും ഗോവിന്ദൻ മാഷിന്റെ മകനെതിരെയും ഒക്കെ നൽകിയതിന്റെ പകപോക്കലാണ് തന്നെ ആക്രമിക്കാനുള്ള കാരണമെന്നാണ് ഷാജൻ സ്കറിയ പറയുന്നത്. എന്തായാലും ഇത് എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഉള്ള ഒരു സൂചന കൂടിയാണ്. കാരണം ഇത്തരത്തിൽ CPM-നെതിരെ നിരന്തരം വാർത്തകൾ പറഞ്ഞാൽ ഇതൊക്കെ ആയിരിക്കും നിന്റെയൊക്കെ അവസ്ഥ എന്ന് അവർ നമ്മളെ പറയാതെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് ഇലക്ഷൻ അടുക്കുകയാണ്, അപ്പോൾ സർക്കാരിനെതിരെ ഒരു ജനവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് സർക്കാരിനെതിരെ നിലപാടുകൾ വ്യക്തമാക്കി സത്യസന്ധമായ വാർത്തകൾ ചെയ്താൽ ഒരുപക്ഷെ അത് സർക്കാരിന്റെ തിരഞ്ഞെടുപ്പുകളെ, ഇനി വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പും അതുപോലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനുമൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ് തുടക്കം ഷാജൻ സ്കറിയയിൽ നിന്നാകാം എന്നൊരു പക്ഷേ DYFI-ക്കാർ അല്ലെങ്കിൽ CPM-ന്റെ കൊട്ടേഷൻ ഗുണ്ടകൾ കരുതിയത്. അങ്ങനെയൊക്കെ മാധ്യമപ്രവർത്തകരെ, സത്യസന്ധമായ CPM-ന് കുഴലൂത്ത് നടത്താത്ത മാധ്യമപ്രവർത്തകരെ തകർക്കാൻ കഴിയുമെന്ന് DYFI-ക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ഒരാളെ ഇല്ലാതാക്കിയാൽ അടുത്തയാൾ ഉണ്ടാകും, അടുത്തയാളെ ഇല്ലാതാക്കിയാൽ അതിൻ്റെ അടുത്തയാൾ ഉണ്ടാകും. നമ്മുടെ പ്രദീപേട്ടൻ്റെ ഒക്കെ ഇപ്പോ എന്താ, അദ്ദേഹത്തെ ഈ സമയത്ത് നമ്മൾ ഓർക്കുകയാണ്. തിരുവനന്തപുരത്തെ കാരക്ക മണ്ഡപം എന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹം ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വീട്ടിലേക്ക് പോയ സമയത്ത് അദ്ദേഹത്തിന്റെ വാഹനത്തിൽ ലോറി ഇടിച്ചാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതെന്നാണ് അദ്ദേഹത്തിന്റെ കുടുംബം ഇപ്പോഴും പറയുന്നത്. ആ മരണം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും നമുക്കൊക്കെ ഒരു വലിയ ചോദ്യചിഹ്നമായി ഞങ്ങളെയൊക്കെ സ്വന്തം പ്രദീപേട്ടൻ ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ അങ്ങനെ ജീവിച്ചു നിൽക്കുകയാണ്. അപ്പോൾ പ്രദീപേട്ടൻ വന്ന് CPM-നെതിരെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന, ആരോപണങ്ങൾ ഉന്നയിക്കുന്ന, തെളിവ് സഹിതം പല കാര്യങ്ങളും പുറത്തു കൊണ്ടുവന്ന ആളാണ് പ്രദീപേട്ടൻ. അപ്പോൾ ഒരു കാലത്ത് ഞാനൊക്കെ ജോലി ചെയ്ത സ്ഥാപനത്തിൽ ഞങ്ങളൊക്കെ ആരാധനയോടെ നോക്കി നിന്ന, ആരെയും ഒരു കൂസില്ലാതെ തൻ്റെ വാർത്തകളിൽ മാത്രം ശ്രദ്ധ കണ്ടെത്തുന്ന ഒരു മികച്ച മാധ്യമ പ്രവർത്തകനിൽ ഒരാൾ എന്ന് എടുത്തു പറയാവുന്ന ഒന്നോ രണ്ടോ മികച്ച മാധ്യമ പ്രവർത്തകരെ നമുക്കുള്ളൂ. അതിൽ ഒരാൾ ഒരു പക്ഷേ പ്രദീപേട്ടനായിരിക്കും. ഇന്ന് പ്രദീപേട്ടനില്ല. ഈ സമയത്ത് പ്രദീപേട്ടനെ ഓർക്കാതെ പോകാനും കഴിയില്ല. കാരണം CPM-ന്റെ ഇത്തരം കൊട്ടേഷനുകൾക്ക് ഇരയായി മരിച്ച ഒരു ആൾ കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഷാജൻ സ്കറിയയ്ക്ക് മേലുണ്ടായ ഈ കൊട്ടേഷൻ ആക്രമണം നിസ്സാരം വൽക്കരിക്കരുത്. കാരണം നാളെ നമുക്ക് പിന്നിലും ഇത്തരം വാഹനങ്ങൾ ഉണ്ടായിരിക്കാം. നമ്മൾ കാണാതെ അവർ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടാകാം. നമ്മൾ കാണാതെ അവർ നമ്മളെ തീർക്കാനുള്ള ഗൂഢാലോചനകൾ നടത്തുന്നുണ്ടാകാം. ഈ പ്രവണതയെ മുളയിലെ നുള്ളിക്കളയുക. അതുകൊണ്ട് എല്ലാവരും ഒന്നിച്ചു നിന്ന് മുന്നോട്ട് പോയാൽ മാത്രമേ ഇത്തരം സത്യം വിളിച്ചു പറയുന്ന, നിലപാട് വ്യക്തമാക്കുന്ന മാധ്യമ പ്രവർത്തകരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന CPM-ന്റെ ഗുണ്ടായിസത്തെ തകർക്കാൻ കഴിയൂ.